അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തും നമ്മുടെ ദുആവും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. قال رسول الله صلى الله عليه وسلم حبيبا محمد مصطفى صلى الله عليه وسلم تداووا فإن الله عز وجل لم يضع داء إلا وضع له دواء غير داء واحد حرم. തദാവു നിങ്ങൾ മറന്നാക്കോ ഉഷാറില്ലാണ്ടായെങ്കിൽ രോഗബന്ധുണ്ടെങ്കിൽ فإن الله عز وجل الله رب سبحانه وتعالى لم يضع داء إلا وضع له دواء. ഭൂമിക്ക് ഒരു രോഗത്തിന് മരുന്ന് വെച്ചിട്ടല്ലാണ്ട് അല്ലാഹു ഒരു രോഗവും ഇറക്കല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭൂമിക്ക് എല്ലാ രോഗവും ഇറക്കുമ്പോഴത്തും അതിക്കൊരു മരുന്ന് റെഡിയാക്കിട്ട് വെച്ചിട്ടാ. ഫസ്റ്റ് ഭൂമിയിലെ ಅದಕ್ಕೆ ഒരു മരുന്നില്ല ಅಂತ ഒരു രോഗവും ഇക്കല. അപ്പൊ നിങ്ങൾ മരുന്നൊരു മരുന്ന് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ആത്മീയമായ ചികിത്സ. ഒന്ന് ഫസ്റ്റ് ഡോക്ടർമാരെ കാണാം, അല്ലെങ്കിൽ ആലിമീങ്ങളെ സീതന്മാരെ കാണാം. അതിൽ ഉഷാറായില്ലെങ്കിൽ ഡോക്ടർമാരെ കൊണ്ട് ഉഷാറായില്ലെങ്കിൽ ഉസ്താദന്മാരെയും സീതന്മാരും രണ്ട് രൂപത്തിൽ മരുന്നുണ്ട്. മരുന്ന് പല പല രൂപത്തിലുമുണ്ട്. ഖുർആൻ ഓതിയത് കൊണ്ടും ദിക്ർ കൊണ്ടും ദുആ കൊണ്ടും സദഖ കൊടുത്തത് കൊണ്ടും രോഗശിഫയാവും. അങ്ങനെ ശിഫയായില്ലെങ്കിൽ ഡോക്ടർമാരെ കാണണം, അങ്ങനെയും ശിഫയാവും. ഇനി ഡോക്ടർമാരെ കണ്ട് ശിഫയായില്ലെങ്കിൽ ഇങ്ങനെ ശിഫയാക്കണം. അങ്ങനെ അല്ലാഹു തആല ഒരു രോഗത്തിന് ഒരു മരുന്ന് വെച്ചിട്ടല്ലാത്ത ഒരു രോഗവും ഇറക്കില്ലായിട്ട് മുഹമ്മദ് മുസ്തഫ വേറൊരു വിഷയത്തിന് മാത്രം മരുന്നില്ല. ഇല്ല വദാലഹു ദവാഅൻ ഗൈറ ദാഇൻ വാഹിദിൻ ഹറം. വയസ്സാവണേക്ക് താടി പറക്കണേക്ക് മാത്രം എത്രയില്ല മരുന്നില്ല. കൈയല്ല പണ്ട് 25 വർഷം പത്തുകൂ ആ ചന്ത പോവാണ്ടേക്കൊക്കെ മാത്രം മറന്നില്ല. വയസ്സാവണേക്ക് മാത്രം മറന്നില്ല. ബാക്കി എല്ലാത്തിനും അല്ലാഹു തആല മറന്ന് തയ്യാറാക്കിയ വയസ്സാവണക്ക് മറന്നില്ല. വയസ്സാവാണ്ടിക്കും മറന്നു വെച്ചിട്ടില്ല. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായിട്ട് അല്ലാഹു തആല മറന്ന് അല്ലാഹു തആല ശിഫയാക്കി തരുമാറാകട്ടെ. രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫയാക്കട്ടെ. അല്ലാഹു രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഒരാൾക്ക് രോഗം വന്നത് ഞങ്ങളുടെ അയൽവാസിക കുടുംബത്തിലെ ആയിത്തരങ്ക രോഗമാണ്. ആ രോഗിയെ പോയി സന്ദർശിക്കാൻ സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങൾ ചൊല്ലു. ആരെങ്കിലും ഒരാളുടെ രോഗം വരുന്നെങ്കിൽ നിങ്ങൾ അയാളെ പോയി സന്ദർശിക്കണം, സുന്നത്തായിട്ട്. മാത്രമല്ല അയാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇനിയും അയാൾ ഇത് വേഗം മരിക്കൽ അങ്ങനത്തെ രോഗമാണ് കണ്ടെങ്കിൽ അത് ശരിയതാവട്ടെ, എത്ര വലിയ രോഗമേതാവട്ടെ, അയാൾ വേഗം മരിക്കല. കാണുമ്പോൾ മുത്താണല്ലോ ഒരു മനുഷ്യർ സാധാരണ മരിക്കൽ വിട്ടത് അയാൾക്ക് വിട്ടത് അള്ളാഹുവും അയാൾക്ക് വിട്ടത്. അപ്പൊ അയാൾ ജീവിക്കുന്നുണ്ട്. നീ എന്താ കൊടുത്ത് അവർക്ക് ദ്വാരത്ത് വന്നിട്ട് ചോദിച്ച് വേഗം അവിടെ നിൽക്കണമെന്ന് സംവിധാന രോഗിമാരെ മുട്ട ഞങ്ങൾ നോക്കപ്പോയി അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് മുണ്ടത് അതിനാണ് വലിയ രോഗം. ഇന്ന രോഗം വലിയ വേഗം ശുഭമാവില്ല. കുറേ ആൾ പോയിട്ട് മുണ്ടുവാട്ടിട്ട് ഇങ്ങനെ ഉറങ്ങും മുടില്ല, റെസ്റ്റ് എടുക്കാനും മുടില്ല, ഉണ്ടാതിരിക്കും മുടില്ല. കുറേ മക്കൾ അത് തീരാ അതങ്ങനെ ബുദ്ധിമുട്ടിക്കലായിട്ട് ചൊല്ലോ. നിങ്ങൾ അവിടെ പോയെങ്കിൽ വേഗം നോക്കിയിട്ട് മന്ത്രി ചൂതിട്ട് അയാൾക്ക് ദ്വാരന്നിട്ട് അവിടെ വേഗം തിരിച്ചു പോകണു. ഒരു രോഗിനെ മുട്ട പോയെങ്കിൽ നിങ്ങൾ ദ്വാരക്കുമ്പത്തുക രോഗിക്ക് ഒതുങ്ങുമ്പത്തുക്കും ഇങ്ങനെ ദ്വാരക്കും സുന്നത്തുണ്ട്. ഏതുപെട്ട എങ്ങനെ أسأل الله العظيم رب العرش العظيم أن يشفيك. أسأل الله العظيم رب العرش العظيم أن يشفيك 7 مرات. ഈ ദിക്റ് ഈ ദുആ ആ രോഗിക്ക് ഏതുപെട്ട ഓതിട്ട് ഊതുന്നു ദ്വാരന്നിട്ട് പറഞ്ഞു സുന്നത്തായിട്ട്. വൈൻ ഖാഫ അലൈഹിൽ മൗത്ത്. ഇനി അയാൾ മരിക്കുന്നുണ്ട് പേടിച്ച് രോഗം വന്നാല് അയാൾ മരിക്കുന്നുണ്ട് ഞങ്ങൾ പേടിച്ചെങ്കിൽ
വസിയത്തി വറജാഹു ഫി റഹ്മത്തില്ലാ. അയാളെ ഞങ്ങൾ അള്ളാഹുടെ റഹ്മത്തിൽ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ട് അയാളെ വിളിച്ചവന്നു. ഞങ്ങളെ വിളിച്ചപ്പെട്ട് ചെന്നെങ്കിൽ അയാളെ ചിന്ത അയാളെ കൽബു അള്ളാഹുടെ റഹ്മത്തിന്റെ ഭാഗത്തിൽ ഞങ്ങൾ തിരിപ്പാട്ടുള്ളൂ. എന്നിട്ട് അയാൾക്ക് തൂപ ചൊന്നു കൊടുക്കണു. എന്നിട്ട് അയാൾക്ക് വസിയത്താക്കുകളെ പ്രേരണ ഞങ്ങൾ കൊടുക്കണു. മക്കളെ വിളിക്കണോ, ഇറങ്ങുമ്പത്തകളെ വിളിക്കണോ, കുടുംബത്തകളെ ബന്ധപ്പെട്ട ആൾമാരെ വിളിച്ചിട്ട് അയാളുടെ ഇങ്ങനെ വസിയത്താക്കണു ചൊല്ലണോ. എന്നിട്ട് തൗബ ചെയ്യണോ. എന്നിട്ട് അള്ളാഹുടെ റഹ്മത്തിനെ ഇങ്ങനെ കാറ്റു കൊടുക്കണോ, ചൊന്നു കൊടുക്കണോ. റഹ്മത്തിൽ ഇങ്ങനെ അയാളെ വിളിച്ച പറഞ്ഞു. എന്നിട്ട് ഒരു ആവശ്യവുമില്ലാണ്ട് അയാളെ മുട്ട ചമ്മമാരെ നിൽക്കരുത്. അത് നല്ല നല്ല കറാഹത്തായിട്ട് അവിടെ വേഗന പോണു. രോഗിയെ സന്ദർശിക്കാൻ കറാഹത്തായിരിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോയാൽ അങ്ങനെ ആശയം കൊണ്ടിട്ട് പുറത്തു പോയങ്ങനെ നീ സന്ദർശിക്കാൻ അത് കറാഹത്തായിരിക്കണം, നല്ലതൊക്കെ എതിരായിരിക്കണം. ഇനി ഫാസിഖീകളെയും നിസ്കാരയില്ല, നോമ്പില്ല, സ്വലാത്തില്ല, നിക്കിരില്ല, നല്ല വെടുക്ക് മങ്ങിപ്പിക്കില്ല, ഒരു മൗനതയോടെയില്ല. അതേപോലെ എന്ത് കെട്ടുപാടും മറിച്ചവിടക്കും പോണ്ടില്ല, മറിച്ച് അപ്പുറത്തെ ഒത്തിരി മറിച്ചെങ്കും പോണ്ടില്ല. അത്രയും ബുദ്ധിയില്ലാത്ത ജാതി. ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. തേക്കടോ തിന്തോടോ മറക്കടോ ഒരേ സ്വരം. നിസ്കാരമില്ല, നോമ്പ് പിടിക്കില്ല, സകാത്ത് കൊടുക്കില്ല, നല്ല വെടുക്ക് വൈകിട്ട് ഫാസിക്കുന്ന അത്തരത്തിലുള്ള രോഗിയെ നിങ്ങൾ സന്ദർശിക്കാൻ പോകേണ്ട കരാഹത്തായിരിക്കുന്നത്. അതേപോലെ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോയവരെയും നിങ്ങൾ സന്ദർശിക്കാൻ പോകണ്ട. അതേപോലെ ഒരു രോഗി മറന്നു കുടിയിട്ട് ഒത്തായ കൊടുക്കുത്തീരാ, ചോറ് തിന്നിട്ട് ഒത്തായ കൊടുക്കുത്തീരാ, തന്നി കുടി ഒത്തായ കൊടുക്കുത്തീരാ. അത് കരാഹത്തായിരിക്കട്, നല്ലതിക്കെതിരായിരിക്കട്. അപ്പൊ രോഗിയെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതിന് എപ്പോഴും അത് കുടിക്കില്ല, ചമ്മ ഒത്തായാക്കണ്ട. ഇത് മർദ്ദമാവട്ടെ ചോറാവട്ടെ ചമ്മ ഒത്തായ കൊടുക്കുത്തീരാ, അങ്ങനെ ബുദ്ധിമുട്ടി കൊടുക്കുത്തീരാ. അപ്പൊ നമ്മുടെ കുടുംബക്കാരായപ്പോൾ അയൽവാസികളായപ്പോൾ ഇനി അപ്പുറത്തും ഇപ്പുറത്തുള്ള രോഗം അത് ആരായപ്പോൾ ഞങ്ങളുടെ രായത്തങ്ങായപ്പോൾ ഞങ്ങളുടെ കുടുംബാവട്ടെ ആവണ്ടി കെട്ട് ഒരു രോഗി വെക്ക അയാളെ സന്ദർശിക്കുമ്പോ സുന്നത്തായിരിക്കട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മുടെ കുടുംബക്കാരെയും എല്ലാം പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ഹൈറായ മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാ ആഫാത്തുകളെ തൊട്ട്, മുസീബാത്തുകളെ തൊട്ട്, ബലാകളെ തൊട്ട്, വബാകളെ തൊട്ട്, ഹലാകളെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. ഭർത്തറായത്തിന് പോയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആൺമക്കവും പെൺമക്കവും അല്ലാഹു ഡ്യൂട്ടിയാക്കനെ കൊണ്ടുവരണമേ. ഈ മജ്‌ലിസിലെ ബറക്കത്ത് കൊണ്ട്, ഈ ടീമിന്റെ തിങ്കളുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. ഒരുപാട് ആൾമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കൊണ്ടുവരണമേ. അവരെല്ലാവരും മനസ്സുകളിലെ ഹലാലായ ഉദ്ദേശങ്ങളെ ആശീർവാദം കൊടുക്കണം അല്ലാഹ്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഡ്യൂട്ടിയിലും ബിസിനസ്സിലും കച്ചവടത്തിലും ഈ ശഅബാൻ തിങ്കൾ ഈ സുബഹിയുടെ ബറക്കത്ത് കൊണ്ട് നീ ലാഭവും നല്ല ബറക്കത്തും നല്ല കച്ചവടവും വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. എല്ലാ ശത്രുക്കളുടെ ശരണ തൊട്ടും കണ്ണേറിനെ തൊട്ടും ചതിയന്മാരുടെ ചതിയെ തൊട്ടും ഞങ്ങൾ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. കാമിലായ ഈമാനോടുകൂടി ആഖിബത്ത് നന്നായിട്ട് ഹുസ്നുൽ ഖാത്തിമയോടുകൂടി കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കുക ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.